ഫ്രണ്ട്സ് നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായി ഈ പുഴയും കടന്നതിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശാരദേനെയും അതുപോലെ തന്നെ കാവേരിനെയാണ്. അപ്പോൾ രണ്ടുപേരുടെയും എന്തോ പെട്ടിക്കകത്ത് ഇങ്ങനെ അരവിന്ദൻ്റെ പെട്ടിക്കകത്ത് ഇങ്ങനെ എന്തോ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു ചെയിൻ എങ്ങാണ്ടാണ് കേട്ടോ. ശരിക്കും ഞാനുള്ളത് കൊണ്ടല്ലേ ഈ ഓർമ്മകളുടെ കാര്യമൊക്കെ നീ പറയുന്നത് തന്നെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഞാൻ കൂടി പോയാൽ ഈ ഓർമ്മകൾ കൂടി മരിക്കും അല്ലേ മോളെ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക കേട്ടോ. പിന്നെ ആ ചെയിൻ അത് പിന്നെ അങ്ങനെ അങ്ങ് മാറിപ്പോകും എന്ന് മാത്രം. ആ വിലയാണോ മോളെ ഇപ്പം നിലമോളുടെ ജീവനുള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഓരോ കാര്യങ്ങളും. അപ്പം നിലമോളെ ഓപ്പറേഷന് വേണ്ടിയിട്ട് നല്ലൊരു തുക വേണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള നട്ടപ്പാച്ചിലും ആ ഒരു വെപ്രാളത്തിലുമാണ് ഇവരെല്ലാവരും. ചെയിൻ കാണുന്നില്ലോടി, അമ്മ ഇങ്ങോട്ടേക്ക് തന്നെ ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് അപ്പം കാവേരി ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ഫോണ് അമ്മ ഇത് എന്ന് ചോദിച്ചു. അത് അരവിന്ദേട്ടൻ ആ ഗൾഫിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണാ. അപ്പോൾ ഇതിനകത്തുണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിച്ചു. ഉണ്ടായിരുന്നോ? അത് ഇതിനകത്ത് കിടപ്പുണ്ടായിരുന്നോ? അമ്മ എന്താ പിന്നെ ഇത് നേരത്തെ പറയാത്തത് എന്ന് ചോദിച്ചു. അതിപ്പോൾ എന്തിനാ പറയണത്? അവിടെ എല്ലാവർക്കും ഫോണുണ്ടല്ലോ, ഇത് പഴയതല്ലേ. അപ്പം പിന്നെ എന്തിനാ മോളെ? അച്ഛൻ സംസാരിച്ചുകൊണ്ടിരുന്ന ഫോണല്ലേ, അതാരും എടുത്തിട്ടില്ല, അതവിടെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു, അതുകൊണ്ടാ എന്ന് പറഞ്ഞു. അമ്മേ ഈ ഫോൺ ഞാനൊന്ന് എടുത്തോട്ടെ എന്ന് ചോദിച്ചു. പക്ഷേ നോക്കിയിട്ട് ഞാൻ തിരിച്ചു തരാം, ഭദ്രമായിട്ട് നീ എന്നെ തിരിച്ചേൽപ്പിക്കോ എന്ന് ചോദിച്ചു. ഏൽപ്പിക്കാം എന്ന് പറഞ്ഞു കേട്ടോ. അവസാനം പിന്നെ തപ്പിയിട്ട് ദേ ചെയിൻ കിട്ടിയിട്ടോ. പിന്നെ അത് തുറന്നാലുടനെ കാണുന്നത് എൻ്റെ പടവാ. പിന്നെ നമ്മളെല്ലാവരുടെയും ഉള്ള ഒരു ഫോട്ടോയും. അച്ഛൻ്റെ മനസ്സിൽ എന്നും അമ്മയ്ക്ക് തന്നെയായിരുന്നു സ്ഥാനം എന്ന് മനസ്സിലാവുന്നത് പോലെ പെട്ടെന്ന് ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് കാവേരി. വെറുതെ ഇത്രയും നേരം അപ്പം തപ്പിക്കൊണ്ടിരുന്ന ചെയിൻ കിട്ടിയിട്ടോ. അപ്പം വേഗം തന്നെ ജയപാല് പറഞ്ഞ കാര്യങ്ങളാണ് കാവേരിയുടെ മനസ്സിലേക്ക് വന്നത്. അരവിന്ദനെ ഞാൻ ചതിച്ചത് തന്നെയാ, അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് മുഴുവൻ അങ്ങ് നീ ചെയ്യ് എന്നൊക്കെ ഇങ്ങനെ ജയപാൽ വെല്ലുവിളിച്ചു. പിന്നെ ഈ ഒരു പോലീസ് സ്റ്റേഷനിലോ കോടതിയിലേക്കോ എവിടെയാന്ന് വെച്ചാൽ നീ ചെന്നോ, പക്ഷേ ഈ ഭൂമി അത് ഞാൻ തിരിച്ചു നീ എന്ന് വാങ്ങുന്നത് ഞാനൊന്ന് കാണട്ടെ എന്ന് ജയപാല് കാവേരിനെ വെല്ലുവിളിച്ചിരുന്നു. അപ്പം അതാണ് കാവേരിയുടെ മനസ്സിൽ. പിന്നെ കാണുന്നത് നമ്മുടെ കാവേരിനെങ്കിൽ എങ്ങനെയാണ്. അപ്പോൾ രണ്ടുപേരും എന്തോ ഭയങ്കര ആലോചനയിലാണ്. അപ്പോൾ ഇതേണ്ട വിനീത് അങ്ങോട്ട് വന്നു. എന്താ രണ്ടുപേരും ഭയങ്കര ആലോചനയിലാണല്ലോ, എന്താ കാര്യം? നിലയുടെ ഓപ്പറേഷൻ്റെ കാര്യം വിനീതേട്ടൻ, പണം കണ്ടെത്തണമല്ലോ. അതാ ഇപ്പം നമുക്ക് ഈ വീടൊന്ന് പണയം വെച്ചാലോ? അതെങ്ങനെ സാധിക്കും? അത് നടക്കുമോ എന്ന് ചോദിച്ചു. അതെന്താ വിനീതേട്ടൻ നടക്കാത്തത്? വിനീതേട്ടൻ ചോദിച്ചാലും കാര്യമുണ്ട്, അച്ഛൻ്റെ പേരിലല്ലേ വീട്, ആ സ്ഥിതിക്ക് അമ്മയ്ക്കും അതിൽ അവകാശമില്ലേടി? ഉണ്ട്, പക്ഷേ എങ്കിൽ അത് പണം തിരിച്ചടയ്ക്കാൻ ശേഷിയുള്ള ആളാണോ എന്ന് ബാങ്കുകാർ നിരീക്ഷിക്കാതിരിക്കുമോ? അതിന് ശേഷമല്ലേ പണം തരുമോ? വീടും സ്ഥലവും പണയത്തിലെടുക്കുന്ന ബ്ലേഡുകാരുണ്ടല്ലോ കാവേരി, നമുക്ക് ആ വഴി ഒന്ന് നോക്കിയാലോ? അത് വേണ്ട വിനീതേട്ടാ എന്ന് പറഞ്ഞു. അതെന്താ വെച്ചാൽ അവരൊക്കെ എങ്ങനെയെങ്കിലും വീട് അവരുടെ കൈക്കലാക്കാനേ നോക്കുകയുള്ളൂ, നമ്മൾ വഴിയാധാരവും ആകും. അതും ശരിയാ എന്ന് പറഞ്ഞു. അല്ല, പണത്തിന് വേണ്ടി ഇത്രയും തലമുഴഞ്ഞ് ആലോചിക്കാൻ അത്ര ഗതികെട്ടവരൊന്നും അല്ലല്ലോ. അതിന് പണത്തിന് പണം തന്നെ വേണ്ടേടി. അച്ഛൻ നമുക്ക് വേണ്ടി വാങ്ങിച്ച തോട്ടമില്ല, എത്ര ലക്ഷത്തിന്റെ മൂല്യമുണ്ടതിന്. എടി നീ എന്ത് ഭ്രാന്തയ്യേ പറയുന്നത്? അച്ഛൻ നമുക്ക് വാങ്ങിച്ച തോട്ടോ അതിപ്പോ ജയപാലിന്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്, പിന്നെ എങ്ങനെയാ? അച്ഛൻ വിശ്വസിച്ചതല്ലേ. അല്ല, ജയപാലിന്റെ കയ്യിലെന്നല്ലേ ഉള്ളൂ, പണം മുടക്കിയത് നമ്മുടെ അച്ഛനല്ലേ. എടി അക്കാര്യം നമ്മൾ അവകാശപ്പെടാമെന്നല്ലാതെ അതാരെങ്കിലും സമ്മതിച്ചു തരുമോ? പ്രത്യേകിച്ച് അയാള് കൂടെ നിന്ന് ചതിക്കല്ലേ ചെയ്തത്. ജയപാലിന് അവിടെ ഭൂമി പൂജ നടത്താൻ പോയപ്പോ നമ്മൾ തടയാൻ പോയതല്ലേ, എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ എന്നിങ്ങനെ ചോദിക്കാണ്. ഒടുവിൽ പോലീസ് കംപ്ലൈന്റ് പോയപ്പോഴും അവര് പറഞ്ഞത് നമ്മളോട് എന്താ തെളിവ് വേണം എന്ന്. പക്ഷേങ്കിൽ അച്ഛൻ അമ്മയോട് പോലും ഒന്നും പറഞ്ഞിരുന്നില്ല. അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. തെളിവ് വേണം അല്ലേ ചേച്ചി എന്ന് ചോദിച്ചു. അപ്പം ആ ഫോണിന്റെ കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നു കേട്ടോ. എനിക്കെന്തോ അതിലത്ര വലിയ പ്രതീക്ഷയൊന്നും തോന്നുന്നില്ല എന്ന് ഗംഗ. തോട്ടത്തിന്റെ കാര്യത്തിൽ എൻ്റെ കൂടെ നിൽക്കാമെന്ന് ചേച്ചി എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാ. നിൽക്കില്ല എന്ന് ആരാ പറഞ്ഞത്? അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയും ഞാൻ കൂടെ നിൽക്കുകയും ചെയ്യും. പക്ഷേ മോളെ, നീ ഈ പറയുന്നത് പോലെ തോട്ടത്തിന്റെ പണമൊക്കെ വാങ്ങിച്ചെടുക്കണമെങ്കിൽ അതിന് സമയമെടുക്കും കാവേരി. ആ സമയം കൊണ്ട് അതിനു മുൻപ് തോട്ടത്തിന്റെ മുൻപേ പോകാനല്ല, നമ്മുടെ നിളയുടെ ഓപ്പറേഷൻ നടത്താനാ നമ്മളിപ്പോൾ ശ്രമിക്കേണ്ടത്. അതെ ശരിയാ ഗംഗേച്ചി, സമ്മതിച്ചു പറഞ്ഞതൊക്കെ. തോട്ടത്തിന്റെ കാര്യം അങ്ങ് വിട്ടേക്കാം. നിളയുടെ ഓപ്പറേഷൻ നടത്താനുള്ള പണത്തിന് പേരെന്താ ഇപ്പോൾ ഒരു വഴി എന്ന് ചോദിച്ചു. അതെന്താന്ന് ഇപ്പം അറിയില്ല, പക്ഷേ കണ്ടെത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെങ്കിലും അത് എന്തുകൊണ്ട് ഇതുകൊണ്ടായിക്കൂടാ?
അത് പെട്ടെന്ന് നടക്കില്ല എന്ന് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. അല്ല ഗംഗേച്ചി, ആ പൈസ കൊണ്ട് തന്നെ നടക്കണം. 4 പെൺകുട്ടികളെ ജനിപ്പിച്ചിട്ട് ഗൾഫിൽ പോയി സുഖിക്കുമായിരുന്നില്ല നമ്മുടെ അച്ഛൻ ചെയ്തത്. രാവും പകലും നമ്മുടെ നല്ല ഭാവിക്കും ജീവിതത്തിനും വേണ്ടിയിട്ട് പണിയെടുക്കുക ചെയ്തത്. ആ സ്ഥിതിക്ക് അതിൽ നിന്ന് ഒരു ചെല്ലിക്കാശ് പോലും ഒരു ചെന്നായ്ക്കളെയും കൊണ്ടുപോകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാവേരി നമ്മുടെ അച്ഛൻ്റെ സമ്പാദ്യങ്ങൾ മുഴുവൻ മറ്റുള്ളവർ അനുഭവിച്ചിട്ട് നമ്മളുടെ നിളക്കുട്ടിയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ ആരുടെയെങ്കിലും മുൻപിൽ കൈ നീട്ടണം അല്ലേ? അതെന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്ക്. അവളുടെ അച്ഛൻ സമ്പാദിച്ച പണം കൊണ്ട് തന്നെയാ അവളുടെ ഹൃദയം തുടിക്കുന്നതെന്ന് ഒരു ഉറപ്പ് നാളെ നിളയ്ക്കും ഉണ്ടാവണമെങ്കിൽ ആ പൈസ നമ്മൾ തിരിച്ചു വാങ്ങണം. അത് നടത്തി കൊടുക്കുക തന്നെ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ കാവേരി ഒറ്റ കാലിൽ ഇങ്ങനെ നിൽക്കണം കേട്ടോ. ഇവളെന്താ ഇങ്ങനെ എന്ന് മനസ്സിലാവാതെ ഇവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ വേണ്ട ശിവരാമേട്ടനെ തേടി വീണ്ടും നമ്മുടെ തോട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കാവേരി. അപ്പൊ ശിവരാമേട്ടൻ കണ്ടപ്പോ തന്നെ അതെ ജയബാലൻ സാറ് ഇവിടെ ഇല്ല മോളെ എന്ന് പറഞ്ഞു കേട്ടോ. സാർ ഇവിടെ വന്നിട്ടില്ല. ഞാൻ അല്ലെങ്കിൽ ജയബാലിനെ കാണാൻ വന്നതല്ല, ഞാൻ ശിവരാമേട്ടനെ കാണാൻ വന്നതാ. എന്നെയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ദേ കൊച്ച, ഒരു കാര്യം പറഞ്ഞേക്കാം, എന്നെയോ എൻ്റെ ഭാര്യയുടെ പിന്നാലെ നടന്ന കുഞ്ഞിനൊന്നും കിട്ടാൻ പോണില്ല. ദേ വെറുതെ സമയമെടുക്കാതെ പോകാൻ നോക്ക. അപ്പൊ കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാല് അപ്പൊ ശിവരാമേട്ടന്റെയും ഭാരതി ചേച്ചിയുടെയും കയ്യില് എന്തോ കാര്യമായിട്ടുണ്ടെന്നല്ലേ? അതങ്ങനെ തന്നെയായിരുന്നു വെച്ചോ. എല്ലാരും പറയാറുണ്ട് ആ അല്ലെങ്കിൽ ജയപാലിന്റെ കാവൽപ്പട്ടിയാണ് ശിവരാമൻ എന്ന്. അതൊരു അപമാനമായി ഇന്ന് വരെ തോന്നിട്ടില്ല. മനുഷ്യനേക്കാൾ നന്ദിയുള്ള മൃഗമാണ് നായ. തിന്ന ചോറിന് നന്ദി കാണിക്കണം. അത് തന്നെയാ ചാവുന്ന കാലം വരെ ശിവരാമൻ അങ്ങനെയായിരിക്കും. ശിവരാമന്റെ നാവിൽ നിന്ന് ഒരു വാക്ക് വീണ് കിട്ടുമെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. അധികം ഒന്നും പറഞ്ഞില്ലെങ്കിലും ശിവരാമേട്ടന് എന്റെ അന്വേഷണത്തിനുള്ള മറുപടി ഇപ്പൊ തന്നെ ഏകദേശം തന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊന്ന് പോയി എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് ശിവരാമേട്ടൻ അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും വേഗം ഫോൺ എടുത്ത് ഓണാക്കി കേട്ടോ. അതായത് അരവിന്ദന്റെ ശബ്ദം. അതെ, അപ്പൊ തോട്ടത്തിലെ ജോലിയൊക്കെ നടക്കുന്നില്ലേ? ഞാനാടാ എന്നിങ്ങനെ പറയണം. ഈ ഓണത്തിന് ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. പിന്നെ ആ സമയത്ത് തോട്ടത്തിന്റെ രജിസ്ട്രേഷൻ നടത്താനാ. പിന്നെ ആ തോട്ടത്തിന്റെ പൈസ മുഴുവനായിട്ട് കൊടുത്തു തീർത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോ നിന്നോട് എന്തിനാ പറയുന്നത്? നീ അറിഞ്ഞാണോല്ലോ ജയപാലിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി അല്ലെങ്കിൽ അവിടെ കൊണ്ട് കൊടുത്തോണ്ടിരുന്നത്. പിന്നെ ഒരു രഹസ്യം കൂടി ഉണ്ട് കേട്ടോടാ എന്നിങ്ങനെ പറയാണ്. രജിസ്ട്രേഷൻ എന്റെ പേരിലല്ല, തന്റെ പേരിലും ഉണ്ട് അരവിന്ദ. അല്ലെങ്കിൽ അപ്പൊ പെട്ടെന്ന് തന്നെ ഞെട്ടിയോ? പിന്നെ എന്റെയും കുടുംബത്തിന്റെയും പേരിൽ ഒരു 5 ഏക്കർ രജിസ്റ്റർ ചെയ്യുമ്പോ ഒരു 10 സെന്റ് നിനക്കും നിന്റെ കുടുംബത്തിനോട് കിടക്കട്ടടാ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേനും പെട്ടെന്ന് ശിവരാമേട്ടൻ ആകെ ഇതായി പോയി. വയസ്സുകാലത്ത് എനിക്ക് മാത്രം പോരല്ലോടാ വിശ്രമ. ഇത്രയും നാളും നിനക്കും ജയപാലിനും അല്ലെങ്കിൽ എനിക്കും ജയപാലിനും വേണ്ടിയിട്ട് പണിയെടുത്ത നിനക്കും വേണ്ടേ ഒരു സ്വന്തമായിട്ടൊരു വീടൊക്കെ? പിന്നെ നിന്റെ കാലിന് ഒരു വയ്യാഴികയൊക്കെ ഉള്ളതല്ലേ? നിന്നെ കൊണ്ട് ഒരുപാട് കഷ്ടപ്പാടൊന്നും ജോലി ചെയ്യിപ്പിക്കണ്ടെന്ന് ജയപാലിനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നീ പണിയെടുത്താലും ഇല്ലെങ്കിലും എല്ലാ മാസവും ജയപാലിന്റെ അക്കൗണ്ടിലേക്ക് നിനക്ക് തരാൻ ഒരു 15,000 രൂപ തരാൻ അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നീ കൃത്യമായി വാങ്ങിയെടുത്തോണം. കയ്യിലുള്ള കാശ് ആർക്കും കൊടുക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ആളാ ജയപാല്. അത് നിനക്കറിയാമല്ലോ. പിന്നെ നിനക്കും ഭാര്യയ്ക്കും സുഖമല്ലേ? അടുത്ത തവണ വരുമ്പോ നിന്റെ നമ്പർ എനിക്കൊന്ന് തരണം കേട്ടോ. തരാം എന്ന് പറയുന്നല്ലാതെ ജയപാല എപ്പോഴും അത് മറക്കും. അതുകൊണ്ടാണ് ഞാൻ ജയപാലിന് ഈ മെസ്സേജ് അയച്ചു എടുക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേനും ശിവരാമൻ ആകെ നിയന്ത്രണം വിട്ടുപോയി. അപ്പൊ ശരി, അപ്പൊ നമുക്ക് ഓണത്തിന് ഒരുമിച്ച് കാണാം, ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അരവിന്ദൻ ആ മെസ്സേജ് കട്ട് ചെയ്യുന്നത്. അച്ഛൻ ഗൾഫിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണാ. കഴിഞ്ഞ ദിവസം അച്ഛന്റെ പെട്ടിയിൽ നിന്ന് എനിക്കിത് കിട്ടിയത്. മനുഷ്യനേക്കാൾ നന്ദിയുള്ള മൃഗം നായയാണല്ലോ അല്ലേ ശിവരാമേട്ടാ? എന്നിട്ട് ഉണ്ണിന് ചോറിന് നന്ദി കാണിക്കില്ലേ? അത് മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് കാവേരി അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാൻ തുടങ്ങിയപ്പോ മോളെ എന്ന് വിളിച്ചു കേട്ടോ. അപ്പൊ ശിവരാമൻ ആകെ കുറ്റബോധമായി, വല്ലാത്തൊരവസ്ഥയിലായി കാര്യങ്ങളൊക്കെ. അപ്പൊ നേരെ അടുത്തേക്ക് ചെന്നു. ചതിച്ചതാ കുഞ്ഞെ, മോളുടെ അച്ഛനെ മാത്രമല്ല എന്നെയും ചതിച്ചതാ ആ ചെറ്റ എന്ന് പറഞ്ഞു. അരവിന്ദ സാറ് നല്ല മനുഷ്യനായിരുന്നു. എപ്പ ഗൾഫിൽ നിന്ന് വന്നാലും പിന്നെ ഷർട്ടിന്റെ തുണിയോ സ്പ്രേയും ഒക്കെ ആയിട്ട് എൻ്റെ അടുത്ത് വരുമായിരുന്നു. എൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ സമയത്ത് മുഴുവൻ ചെലവും ഏറ്റെടുത്തതും സാറ് തന്നെയായിരുന്നു. പക്ഷെ അരവിന്ദ സാറുമായിട്ടുള്ള ഒരു അടുപ്പം ഉണ്ടാക്കാനായിട്ട് എന്നെ സമ്മതിക്കാതെ അകറ്റി നിർത്തുകയായിരുന്നു ആ ജയപാൽ എന്ന രാക്ഷസൻ. അയാള് സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു പോകും എന്ന് പേടിച്ചിട്ടായിരിക്കും ചിലപ്പോ
എനിക്ക് മാസം തോറും 10,000 രൂപ അയക്കുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? അത് കൈ കിട്ടിയിരുന്നെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും എന്ത് സന്തോഷമായിട്ട് കഴിയുമായിരുന്നെന്ന് അറിയുമോ, ഞാനും ഭാരതിയും. പക്ഷെ ഈ വയ്യാത്ത കാലും വെച്ച ഈ പണിക്കിറങ്ങേണ്ട ഗതികേട് എനിക്കുണ്ടാവുമായിരുന്നില്ല മോളെ. എൻ്റെ പിച്ചപാത്രത്തിലും കൈയിട്ട് വാരിയില്ലേ ആ പരമതെണ്ടി. എന്നിട്ടോ കഷ്ടം, കരഞ്ഞു പറഞ്ഞു ചോദിച്ചാൽ ആ വല്ലപ്പോഴും 1000 2000 കിട്ടുന്നത്, അതും സ്വന്തം കയ്യിൽ നിന്ന് എടുത്തു തരും എന്നൊക്കെ ആദ്യം പറഞ്ഞത്. പക്ഷേ അരവിന്ദ സാറിനെ ചതിച്ചവൻ എന്നെയും ചതിക്കുമെന്ന് പ്രതീക്ഷിക്കാതിരുന്നതാ ഞാൻ ചെയ്ത തെറ്റ്. ശിവരാമൻ എന്താ പറഞ്ഞത്? അച്ഛനെ ചതിച്ചെന്നോ എന്ന് പറഞ്ഞു. ഇനി അതൊക്കെ തുറന്നു പറയാൻ എനിക്ക് ഒരു മടിയില്ല മോളെ. സത്യമായിട്ട് ഇത്രയും കാലം ഞാനൊന്നും പറയാതിരുന്നത് ജയപാൽ എന്ന പിശാചിനെ പേടിച്ചിട്ട് തന്നെയാ മോളെ. അരവിന്ദ സാറിനെ കൊന്നതുപോലെ എന്നെയും അയാൾ കൊല്ലുവോ എന്ന് പേടിച്ചിട്ട് തന്നെയാ. അപ്പൊ ഇത് കാവേരി കേട്ട് ആകെ ഷോക്കായി. അച്ഛനെ കൊന്നതാണെന്നോ? എന്താ ഈ പറയുന്നത്? അപ്പോ വേഗം തന്നെ ശിവരാമേട്ടൻ ഇപ്പൊ എന്താ പറഞ്ഞതെന്നാ ചോദിച്ചത്. പറ ശിവരാമേട്ട എന്ന് പറഞ്ഞുകൊണ്ട് കാവേരി അലറി വിളിച്ച പോലെ, അതേ കുഞ്ഞെ, സത്യം തന്നെയാ, കൊന്നത് തന്നെയാ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അതിനൊരു സംശയവും ഇല്ല മോളെ. അന്ന് ആ ഒരു, അല്ലെങ്കിൽ അരവിന്ദേട്ടൻ മരിക്കുന്നതിന് ആ തലേ ദിവസം പൊന്നുപോലെ മനസ്സുള്ള മനുഷ്യൻ ഇവിടെ വന്നിരുന്നു എന്നുള്ളത് സത്യം തന്നെയാ. മറ്റുള്ളവരോടൊക്കെ അരവിന്ദ സാറിന്റെ മരണം ഹാർട്ട് അറ്റാക്ക് ആണെന്നാ പറഞ്ഞത്. പക്ഷെ അതൊരു കൊലപാതകം തന്നെയായിരുന്നു മോളെ, ഒരു സംശയം വേണ്ട എന്ന് പറഞ്ഞു. മരിക്കുന്ന തലേദിവസം വന്നിരുന്നു. അപ്പോൾ നാളെ നമുക്ക് ആ രജിസ്ട്രേഷൻ നടത്തായിരിക്കും അല്ലേ എന്ന് പറഞ്ഞു. അപ്പം വേഗം ജയപാല്, ഒരു കുഴപ്പമുണ്ട്, പിന്നെ ഒരു കാര്യം ഞാൻ തിരക്കിനിടയിൽ വിട്ടുപോയതാ. നമ്മുടെ കയ്യിൽ നിന്ന് ആ പണം വാങ്ങിച്ച ആളെ, അയാള് ഹോസ്പിറ്റലിലാ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ആ ഒരു കാര്യങ്ങള്, പിന്നെ കോമ സ്റ്റേജിൽ നിന്നാ ആ ഡോക്ടർമാര് പറയുന്നത്. അപ്പൊ ഇത് കേട്ടിട്ടാണ് അരവിന്ദ സാറ് അന്ന് ചങ്ക് തകർന്ന ഇവിടെ നിന്ന് പോയത്. അപ്പൊ കൊടുത്ത പൈസ എല്ലാം പോയല്ലോ എന്നോർത്ത് പിന്നെ ആ വേദനയില ഹൃദയം പൊട്ടി അരവിന്ദ സാർ മരിച്ചത് എന്നോടി പറഞ്ഞു കേട്ടോ. ഇതുകൂടി കേട്ടപ്പോ കാവേരി ആകെ ഭൂമിയിലേക്ക് താന്നു പോയ പോലെ ആയിപ്പോയി കേട്ടോ. അച്ഛാ എന്ന് ഉറക്കെ നിലവിളിച്ച് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. മോളെ എന്ന് വിളിച്ചു. അപ്പൊ മോളെ കരയല്ലേ, മോളെ കരയല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആശ്വസിക്കുന്നുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഊഹിച്ചിരുന്നു, ഉറപ്പായിട്ടും. പക്ഷെ ജയപാലൻ ഇത്രയും ക്രൂരനാണെന്നും അച്ഛന്റെ മുഖത്ത് നോക്കി ഇത്രയും നെറുകേടവൻ പറയുമെന്നും നന്ദി കെട്ട രീതിയിൽ പെരുമാറാനുള്ള ചങ്കുറപ്പ് അയാൾക്കുണ്ടാകുമെന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അച്ഛന്റെ ജീവനേക്കാൾ വലുതായിരുന്നു അച്ഛന്റെ ആ ജയപാൽ എന്ന് പറഞ്ഞാല്, സുഹൃത്ത് എന്ന് പറഞ്ഞാല്. പക്ഷേങ്കില് കരയല്ലേ മോളെ, അത് മോള് കരയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിച്ചു കൊടുക്കാണ് കേട്ടോ. അപ്പൊ വേഗം തന്നെ കണ്ണു തുടച്ചു. ഇല്ല ശിവരാമേട്ട, ഇനി അച്ഛന് വേണ്ടിയിട്ട് ഒഴുക്കുന്ന അവസാന തുള്ളി കണ്ണീരായിരിക്കും ഇത്. ഇനി കാവേരി ഇനി അച്ഛനെ ഓർത്ത് ഒരിക്കലും കരയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ഇനി കരയാൻ പോകുന്നത് എൻ്റെ അച്ഛന്റെ വിയർപ്പിന്റെ വിലയായ ഈ തോട്ടം തട്ടിയെടുത്ത ആ ചെന്നായ, ആ ജയപാല്. തോട്ടം മാത്രമല്ലല്ലോ, എൻ്റെ അച്ഛന്റെ ജീവൻ കൂടിയല്ലേ അയാൾ തട്ടിയെടുത്തത്. ആ സ്ഥിതിക്ക് അയാളെ ഞാൻ വിടില്ല. ജയപാലിന് പറയേണ്ടത് പണത്തിന്റെ കണക്ക് മാത്രമല്ല, ചോരയുടെ കണക്ക് കൂടി പറയണം. പറയിക്കണം മോളെ. എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എന്ത് സഹായവും ഞാൻ മോക്ക് വേണ്ടി ചെയ്തു തരും എന്ന് പറഞ്ഞു. ആ ചെകുത്താൻ എന്നെ കൊല്ലുന്നെങ്കിൽ കൊന്നോട്ടെ, പക്ഷെ ഒരു കാര്യം, അവസാന ശ്വാസം വരെയും ഈ ശിവരാമൻ മോളുടെ കൂടെ തന്നെ ഉണ്ടാവും, ഇതെന്റെ വാക്ക എന്ന് പറഞ്ഞ് കൈ പിടിച്ച് കാവേരിക്ക് വാക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഭയങ്കര സന്തോഷമായി കാവേരിക്ക്. പിന്നെ കാണുന്നത് സ്നേഹതീരത്താണ്. അപ്പൊ ഇതേണ്ട നമ്മുടെ നിളമോൾക്ക് ഭക്ഷണമൊക്കെ ആയിട്ട് ഗംഗ വരുവാണ്. അപ്പൊ അച്ഛമ്മയും അതുപോലെ തന്നെ ശാരദയും കൂടി ഇരിപ്പുണ്ട്. വാ മോളെ, വന്ന് കഴിക്ക്, എഴുന്നേറ്റിരിക്ക്, എനിക്ക് വിശക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ കഴിച്ചേ പറ്റൂ എന്ന് നിർബന്ധിച്ച് ഗംഗ ചോറൊക്കെ വാരി ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ തന്നെ അല്ല. അപ്പൊ നിളമൊക്കാകെ സംശയം, ഗംഗേച്ചി എനിക്ക് എന്തെങ്കിലും വയ്യാഴികയോ കുഴപ്പമോ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലോ മോൾക്ക് എന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത് മോളോട് അങ്ങനെ? പിന്നെ എന്താ എന്നെ സ്കൂളിൽ വിടാത്തത് എന്ന് ചോദിച്ചു. അത് പിന്നെ കുറച്ച് ദിവസം അസുഖമൊക്കെ മാറിയിട്ട് സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ. എനിക്കപ്പോൾ അസുഖം ഉണ്ടല്ലേ എന്ന് ചോദിച്ചു. മോളെ, അങ്ങനെ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ലേ? അസുഖം എന്ന് പറഞ്ഞാൽ ഈ പനിയും ജലദോഷവും ഒക്കെ വരില്ലേ, അതുപോലുള്ളൊരു കുഞ്ഞ് അസുഖമാണെന്നേ. ഒരു ഉറുമ്പും കാലിനോളമുള്ള അസുഖം, അത്ര മാത്രമേ ഉള്ളൂ. അത് പെട്ടെന്ന് മാറിക്കോളും, എന്നിട്ട് സ്കൂളിൽ വിട്ടാൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ടാ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ നിളമോള് നല്ല മിടുക്കി കുട്ടിയായിട്ടാ നടക്കുക എന്ന്. പക്ഷെ എന്നെ എന്തിനായിരുന്നു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്? അത് പിന്നെ സ്കൂളിൽ തല കറങ്ങി വീണിട്ടല്ലേ മോളെ കൊണ്ടുപോയത്. എങ്ങനെയാ തല ചുറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്.
അത് പിന്നെ മോള് രാവിലെ അമ്മ പറഞ്ഞിട്ടും രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാതെ പോയിട്ടല്ലേ മോൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പൊ മതി എന്ന് പറഞ്ഞു കേട്ടോ. മതിയായി, ശരി എന്നാ ഇപ്പൊ വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ ഇച്ചി കഴിയുമ്പോ കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നീള മോളെ സന്തോഷിപ്പിച്ച് ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങുകയാണ്. എന്താണെങ്കിലും മോളെ എഴുന്നേറ്റ് വാ എന്ന് പറയുകയാണ് കേട്ടോ. മോള് ഇവിടെ ഇരിക്കട്ട, ഇവിടെയാണെങ്കിൽ മൊത്തം സെന്റി അടിച്ച് ഇവരുടെ കൂടെ ഇരുന്ന് മോളെ ഡ്രസ് പഠിച്ച് ചാകും. രണ്ടുപേരും ഇരിക്കുന്ന കണ്ടില്ലേ, നമുക്കകത്ത് പോയി എന്തെങ്കിലും കഥയൊക്കെ പറഞ്ഞിരിക്കാം എന്ന് പറഞ്ഞ് മോളെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോയി. അപ്പോൾ വേഗം തന്നെ ശാരദ ഇങ്ങനെ അച്ഛമ്മയോട് പറയാണ്, എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല അമ്മ, താങ്ങിയാലേ പറ്റൂ. ഈ പ്രായത്തിൽ ഇതൊക്കെ അനുഭവിക്കണമെന്ന് തലയിൽ എഴുതിയിട്ടുണ്ടാവും. അരവിന്ദം പോയതോടെ തുടങ്ങിയതാ എല്ലാം തന്നെ. എന്ത് ചെയ്യാനാ, ഒരു നേരം പോലും സന്തോഷവും സമാധാനവും ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല അല്ലേ. അത് ആരോ ക്ഷുദ്രം ചെയ്തതുപോലെ. എന്ത് ക്ഷുദ്രം അമ്മ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ വേഗം തന്നെ അതൊന്നും അല്ല പ്രശ്നം, അങ്ങനെ ക്ഷുദ്രം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ മാത്രമേ ആവുള്ളൂ. ആ ജയപാല് അവയാൾ മാത്രമായിരിക്കും ചതിച്ചിട്ടുണ്ടാവുക. കലികാലത്ത് ദൈവങ്ങളൊക്കെ അനീതിയുടെയും അക്രമത്തിന്റെയും പക്ഷത്താണെന്നാ തോന്നുന്നത്. വച്ചടി കയറ്റമല്ലേ അവന്. നല്ലത് ചെയ്യുന്നവർക്ക് തകർച്ചയും. സാരമില്ലമ്മ, കയറ്റമൊന്നുമില്ലമ്മ, അവൻ തകരും, അവൻ നശിച്ച് നാരണക്കല്ല് പിടിക്കും, ഒരു സംശയവും വേണ്ട എന്നിങ്ങനെ പറയണം. അത് നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ നമ്മളത് കാണും. എങ്ങനെ കാണാനടി? ഇന്നോ നാളെയോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനാണോ ജയപാലിന്റെ നാശം കാണുന്നത്? അമ്മ കാണും, അമ്മ നോക്കിക്കോ, ഒരു സംശയം വേണ്ട, അത് കാണുക തന്നെ ചെയ്യും. ദൈവം അത് അമ്മയ്ക്ക് കാണിച്ചു തരും എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഈ വീടിന് എന്തോ പ്രശ്നമുണ്ടെന്നാ. എന്ത് കുഴപ്പം? വീടിനോ? ആയിരുന്നു ഈ വീടിന് വെളിച്ചം. പക്ഷേ ആ വെളിച്ചം ഞാൻ പിന്നെ എന്താ ഇരുട്ട് മാത്രം. അതെ, ശരിക്കും അതിപ്പോ തൂണിന്റെയും ചുവരിന്റെയും കുഴപ്പമാണ്, ചെന്നിരിക്കുന്ന നമ്മുടെയും കുഴപ്പമൊന്നും അല്ലല്ലോ എന്ന് പറയാണ് കേട്ടോ. വെളിച്ചം ഇല്ലാത്തതാ കുഴപ്പം, എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ സങ്കടപ്പെടുക. അത് അണഞ്ഞു പോയി, ഇനി അതൊരിക്കലും തിരിച്ചു വരികയില്ല നമ്മുടെ ജീവിതത്തിലേക്ക്. കാവേരി ഇടയ്ക്ക് പറയും നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാമെന്ന്. ഇപ്പൊ ഞാൻ ആലോചിക്കുക, ഇവിടെ ഇപ്പൊ എന്താ ഉള്ളത്? ഇവിടെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞ ഇവിടെ നിന്ന് പോകുന്നതില് തടസ്സമൊന്നുമില്ല അല്ലേ അമ്മ എന്നിങ്ങനെ സ്വന്തം പറയാണ്. പക്ഷേ എങ്ങോട്ടാ പോകുന്നത്? അതെ, എവിടെയും വെളിച്ചത്തിന്റെ ഒരു തരി പോലും നമ്മുടെ ജീവിതത്തിൽ കാണുന്നതുമില്ല. എന്ത് ചെയ്യണം എന്നെനിക്കറിയില്ല, എല്ലായിടത്തും ഇരുട്ട് മാത്രം എന്നൊക്കെ പറഞ്ഞ് ആള് സങ്കടപ്പെട്ടങ്ങനെ ഇരിക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇന്ന് നാളത്തെ വിശേഷം നല്ല കിടിലനാണ് കേട്ടോ. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോലെ. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗൈൻ.